സാമ്പാർ പല വിധത്തിലല്ലേ എല്ലാവരും ഉണ്ടാക്കൽ. ഓരോരുത്തരും ഓരോരോ വിധമാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. സാമ്പാർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കല്ലേ, തേങ്ങ അരച്ചിട്ടും തേങ്ങ അരക്കാതെയും സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ടും ഒക്കെ ഉണ്ടാക്കല്ലേ. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ നിങ്ങൾക്ക് കാണിച്ചു തരാം. പരിപ്പ് ആദ്യം വേവിച്ചെടുക്കുക. കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 100-200 ഗ്രാം പരിപ്പ് എടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി നമുക്ക് ആദ്യം അത് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും ഞാൻ തേങ്ങ വറുത്തരച്ചിട്ട് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത്. കുറച്ചൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, ഒരു അരക്കപ്പ് തേങ്ങ കേട്ടോ. അതിലേക്ക് ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കുക കേട്ടോ. തീ കൂട്ടാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കുക. ബ്രൗൺ കളർ ആവണ വരെ തേങ്ങ വറുത്തെടുക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. ഒരുപാട് പച്ചക്കറി ഇല്ല കേട്ടോ കയ്യിൽ. എൻ്റെ കയ്യിൽ വഴുതനങ്ങ, മത്തൻ, ചെറിയൊരു കഷ്ണം മത്തൻ ഉണ്ടായിരുന്നു, അതുപോലെ പടവലങ്ങ, അങ്ങനെ ചെറുതായിട്ടുള്ള പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതിട്ട് കൊടുക്കുക, കഴുകി വൃത്തിയാക്കി. ഞാനിവിടെ സാമ്പാർ പൊടിയായിട്ട് ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളകും പൊടി, കാശ്മീരി ചില്ലി വേണമെങ്കിൽ എടുക്കുക, അല്ല 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വറുത്ത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ സാമ്പാർ പൊടിയായിട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. രാവിലെ ആയതുകൊണ്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2-3 പച്ചമുളകും കീറിയിട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് അത് വേവിക്കുക കേട്ടോ. തേങ്ങ വറുത്തെടുത്ത അതേ പാനിൽ തന്നെ കടുക്, ഉലുവയൊക്കെ വറുത്തെടുക്കണം. ഈ തേങ്ങ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. അതൊന്ന് ചൂടാറണം കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉലുവ കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. എണ്ണയിലല്ല, വെറുതെ നമ്മൾ ഈ ചട്ടിയിൽ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും അതിങ്ങനെ കടുക് പൊട്ടുന്നുണ്ടാവും. ആ പൊട്ടിയതിന് ശേഷം നമുക്ക് തേങ്ങൻ്റെ അരപ്പിലോട്ട് തേങ്ങ എടുത്ത് വെച്ചില്ല അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് വേണം, ഒരു 2 ടീസ്പൂൺ കേട്ടോ ഉഴുന്ന് വേണം. അതുപോലെ കുറച്ച് പരിപ്പ് കേട്ടോ, നമ്മൾ സാധാ സാമ്പാർ ഉണ്ടാക്കുന്ന അതേ പരിപ്പ് തന്നെ ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ആദ്യം ഉഴുന്ന് ഇട്ട് കൊടുക്കുക, അതിന് ശേഷം കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ കഴുകുമ്പോൾ തന്നെ കുറച്ച് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ വെറുതെ വറുത്തെടുക്കുകയാണ്. എന്നാൽ തന്നെ നമുക്ക് വറവായി കിട്ടും. കുറച്ച് നേരം തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ അരച്ച് വെച്ച പാത്രത്തിലോട്ട് തന്നെ കേട്ടോ നമ്മളിതെല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് അരച്ചെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കായം, ഒരു വലിയ കായ ഉണ്ടെങ്കിൽ അര പീസ് ഇട്ടോ ചെറിയ എടുത്തിട്ട് നമ്മൾ എത്രയാണോ കറികൾ ഉണ്ടാക്കുന്നത്, കറി ഇപ്പം നമുക്ക് കുറേ പച്ചക്കറിയും ഒരുപാട് കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ എത്ര വേണ്ടത് എടുക്കേണ്ടതെന്നൊക്കെ. സാമ്പാറിൽ കായം ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ലല്ലേ. സാമ്പാർ എന്ന് പറയുമ്പോൾ കായം വേണേനും, എന്നാൽ കായം കുറേ കൂടി പോകാനും പറ്റില്ല. അത് വറുത്തെടുക്കാം കേട്ടോ, നല്ലോണം കരിയാതെ നമുക്ക് വറുത്തെടുക്കാം. എന്നിട്ട് ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് വെണ്ടക്ക, ഒരു 200 വെണ്ടക്ക എടുത്തിട്ടുണ്ട്, അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. പിന്നെ വഴറ്റി കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാലല്ലേ അത് ഒരു കൊഴുപ്പ് കൂടുതലാവും. ഇങ്ങനെ വറുത്തെടുത്ത് വെണ്ടക്ക ഇട്ട് കൊടുത്താൽ ഉടയാതെ പോവും. എന്നിട്ട് അപ്പോഴേക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 1/4 വേവായിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 2 തക്കാളി ഇട്ട് കൊടുത്ത് കുറച്ച് പുളി കേട്ടോ, പുളിവെള്ളം വേണം. പുളി കുറച്ചൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിരുന്നു, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ വെണ്ടക്ക ഇട്ട് കൊടുക്കുക. വെണ്ടക്കയും ലാസ്റ്റ് ഇട്ട് കൊടുത്ത് ഒരു 1-2 തിളക്കുമ്പോഴേക്കും വെണ്ടക്ക വെന്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചു വെച്ച തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ തേങ്ങ വറുത്തരച്ച സാമ്പാർ നല്ലൊരു ടേസ്റ്റ് അല്ലേ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. സാമ്പാർ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ആരുമില്ലല്ലോ.
നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ കേട്ടോ അത്. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെ കേട്ടോ, എനിക്ക് സാമ്പാർ വെറുതെ തേങ്ങ അരക്കാതെ സാമ്പാർ വെക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ പെട്ടെന്നൊക്കെ ചിലപ്പോൾ രാവിലെയൊക്കെ ഇഡ്ഡലി ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് സാമ്പാർ പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങനെ സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. ഇതിലിപ്പോൾ മെയിനായിട്ടുള്ള മുരിങ്ങക്കായ ഒന്നുമില്ല കേട്ടോ, കയ്യിലില്ലായിരുന്നു. അപ്പോൾ കയ്യിലുള്ളത് വെച്ച് ഞാൻ പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കിയതാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ഇഡ്ഡലിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു, നമുക്ക് എല്ലാത്തിൻ്റെയും ചപ്പാത്തി ആയിക്കോട്ടെ നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാമ്പാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അറിയാത്തവർക്കാണ്, അറിയുന്നവരുണ്ടാവും. എന്തായാലും ഒന്ന് നോക്കി, നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ അത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. താങ്ക്